അമേരിക്കയിൽ നിന്നും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഡീപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അത് കുറച്ച് ഇന്ത്യക്കാർ ഫ്ലൈറ്റിൽ ആ യാത്രയിൽ അവരെ ചേഞ്ച് ചെയ്താണ് കൊണ്ടുവന്നത്. അത് കേരളത്തിലെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യൻ പാർലമെൻറ്റിലും അതേപോലെ തന്നെ പഞ്ചാബിലും മറ്റോടത്ത് വലിയ സംഭവമായിട്ടാണ് പറയുന്നത്. ചില ഫാക്ടേഴ്സ് ഞാൻ അവിടുന്ന് തന്നെ കളക്ട് ചെയ്തു. അതായത് ആദ്യം ഞാനൊരു വീഡിയോ ചെയ്യുന്നത് രണ്ടാം ഭാഗമാണ്. എന്നിട്ടിത് കേൾക്കുന്ന നിങ്ങൾ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യണം. ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. അപ്പം അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് യഥാർത്ഥ വസ്തുത അറിയാൻ സാധിക്കും. ബേസിക്കലി ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറകിലൊരു സംഭവമുണ്ട്. എന്തുകൊണ്ടാണ് ആ നിയമം കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് ഫ്ലൈറ്റിൽ, അതായത് എയർക്രാഫ്റ്റിലും മിലിറ്ററി എയർക്രാഫ്റ്റിലും ഇതേപോലെയുള്ള കൺവിക്ട്സ്, അതേപോലെ പ്രിസണിൽ കിടക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവരെ ഈ മനസ്സിലാക്കേണ്ടി ഇവരൊക്കെ അവിടുത്തെ ആ ലാൻഡിൽ നിയമം തെറ്റിച്ചവരാണ്. അവർ ജയിലിൽ കിടക്കുന്നവരുണ്ട്, കൺവിക്ഷൻ കഴിഞ്ഞവരുണ്ട്, ജയിലിലെ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്ത് കാരണം വീണ്ടും അവർ അവിടെ തന്നെ താമസിക്കുന്നവരുണ്ട്. ഇവരെ കൊണ്ടുവരുമ്പോൾ എന്താണ് ആ രാജ്യത്തിൻ്റെ നിയമം, എന്തുകൊണ്ടാണ് ആ രാജ്യം നിയമം ഉണ്ടാക്കിയത്? പല ആൾക്കാരും ഈ ഏവിയേഷൻ നിയമത്തെപ്പറ്റി വിഡ്ഢിത്തരാണ് വിളിച്ച് പറയുന്നത്. നേരത്തെ അമേരിക്ക ഇതേപോലെ പല ക്രിമിനൽസിനെയും പല ആൾക്കാരെയും ഡീപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ച സമയത്ത്, അതായത് മിലിറ്ററി എയർക്രാഫ്റ്റിനകത്ത്, ആ സമയത്ത് ഇവരെ കയ്യിൽ വിലങ്ങും കാലിൽ വിലങ്ങും ഒന്നും വെക്കത്തില്ലായിരുന്നു. 2 or 3 പ്രാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടായി. കാരണം ഇതൊരു മുഴുവനും ക്രിമിനൽസാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 150 പേര് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റിന് ഫ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി 5 or 6 പോലീസുകാർ കാണും, അല്ലെങ്കിൽ ഈ അവിടുത്തെ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഓഫീഷ്യൽസ് കാണും. ഇവരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ഈ ഓഫീഷ്യൽസിനെ ആ ഫ്ലൈറ്റിലിട്ട് മർദ്ദിച്ചു. എന്നിട്ട് ആ ഫ്ലൈറ്റിൻ്റെ എമർജൻസി വാതിൽ തുറന്നു. എന്നിട്ട് അതിനകത്ത് ഫയറിങ് ഉണ്ടായി. ചുമ്മാ വെറുതെ വിഡ്ഢിത്തിരമ്പ. കാരണം ഇവരെല്ലാം ക്രിമിനൽസാണ്. ഈ ക്രിമിനൽസ് എന്ന് പറയുന്നത് ചെയിൻ ചെയ്ത് ഏവിയേഷൻ്റെ അകത്ത്, അതായത് എയർക്രാഫ്റ്റിനകത്ത് കൊണ്ടുവരാൻ വലിയ റിസ്ക്കാണ്. ഫ്ലൈ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഫ്ലൈ ചെയ്യുന്ന പാസഞ്ചേഴ്സ് എയർക്രാഫ്റ്റിനാണെങ്കിൽ ലാൻഡ് ചെയ്തിട്ട് അവർ പറയുന്നുണ്ട് ഫ്ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയ ശേഷം മാത്രമേ നിങ്ങൾ എണ്ണിക്കാവൂ സീറ്റിൽ. കാരണം അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ഈ നാവിഗേറ്റ് ചെയ്യുന്ന പൈലറ്റ്സിന് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഒരു ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റിൽ ഇതേപോലെയുള്ള ക്രിമിനൽസ് ഒരുമിച്ച് കൂടി അതിൻ്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇതുണ്ടായ സംഭവം അമേരിക്കയിൽ, മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് റെമഡിയാണ് അവിടെ എടുക്കാൻ സാധിക്കുന്നത്? അവർ നിർബന്ധിച്ച് ഈ അകത്ത് കയറി ഈ നാവിഗേറ്റ് ചെയ്യുന്ന ആ പൈലറ്റിൻ്റെ ആ ക്യാബിൻ്റെ അകത്ത് ഇടിച്ച് പൊളിച്ചകത്ത് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും അവിടെ എന്ത് റെമഡി, എന്ത് രീതിയിലുള്ള സൊല്യൂഷനാണ് എടുക്കാൻ സാധിക്കുന്നത്? ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടുന്നവരെന്ന് പറഞ്ഞു എന്നെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യും. എന്താ അതിൻ്റെ കാര്യം? ഏത് രീതിയിലുള്ള സൊല്യൂഷനാണ് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നത് ഇവരെ ചേഞ്ച് ചെയ്തില്ല എങ്കിൽ? അതുകൊണ്ടാണ് ഇവരെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ ഉള്ളൂ ചേഞ്ച് ചെയ്യാതെ കൊണ്ടുവരാൻ പറ്റുക. കാരണം 2012 അമേരിക്ക പുതിയ ഏവിയേഷൻ നിയമം കൊണ്ടുവന്നു. ഇന്ത്യ അത് അഡോപ്റ്റ് ചെയ്തു. ഒരു ബഞ്ച് ഓഫ് ക്രിമിനൽസിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ ചേഞ്ച് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ആ ഫ്ലൈ ചെയ്യുന്ന പൈലറ്റ്സിന്, ആ ഫ്ലൈറ്റിനും ഭയങ്കര ഡേഞ്ചറാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നിൻ്റെയൊക്കെ തലയ്ക്കകത്തിടുക. നീ എന്ന് പറയുന്നൊരു കാര്യം, ഒരു കാര്യത്തെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കാതെ വായി തോന്നുന്നു വിളിച്ചു പറയുക. അത് കേൾക്കുന്ന ഒത്തിരി മലയാളികൾ ഭയങ്കര ഹ്യൂമനിറ്റേറിയൻ മണ്ണാങ്കട്ടയൊക്കെ വിളിച്ചൊക്കെ പറയും. ഇത് ബേസിക്കലി ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ആൾക്കാർ ഫ്ലൈ ചെയ്യുമ്പോൾ അവരെ ചേഞ്ച് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇവർ എമർജൻസി വാതിൽ അതിന് തുറന്നു കഴിഞ്ഞ് ഈ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്രാഷായി പോകും. എന്താ സംശയമില്ല. ഇതിൽ പിന്നീടുണ്ടായ സംഭവം, ഇവർ ടോയ്ലറ്റിനകത്ത് കയറിയിട്ട് ടോയ്ലറ്റ് അടിച്ച് പൊളിച്ച് അത് ഭയങ്കര ക്രൈസിസ്. പിന്നെ അത് എമർജൻസി ലാൻഡ് ചെയ്യുന്നു ഫ്ലൈറ്റ്. ഇത് 2 or 3 പ്രാവശ്യം അമേരിക്ക തന്നെ ഉണ്ടായി. പല രാജ്യങ്ങളിലും ഉണ്ടായി. മനസ്സിലാക്കുക, പല രാജ്യങ്ങൾക്കും പല റൂൾസാണ്. അമേരിക്കയുടെ റൂൾ ഇതാണ്. അതായത് പ്രിസണേഴ്സിനെ, അങ്ങനെയുള്ളവരെ
ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അമേരിക്ക അത് വേറെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴും അവരെ ചേഞ്ച് ചെയ്യണം. കാരണം അത് ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ സേഫ്റ്റിയുടെ ഭാഗമാണ് ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം, ഇതിനകത്തുള്ള ഇതിനകത്ത് സെക്യൂരിറ്റി ഓഫീഷ്യൽസ് ഉണ്ട്, അവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്. കാരണം ഇവർ ബെഞ്ച് ഓഫ് ക്രിമിനൽസ് ആണ്. അപ്പോൾ ഇവരെ കൊണ്ടുപോകുമ്പോൾ ഇവരാണ് കമാൻഡോ ആയിട്ട് പോകുന്നത്. ഇവരെ പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഇവരെ ആക്രമിച്ചിട്ട് അവരുടെ വെപ്പൺ തട്ടിപ്പറിച്ചിട്ടുണ്ട് 2 or 3 പ്രാവശ്യം അമേരിക്കയിൽ. അത് പല രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നത്. ഇതാണ് മറ്റൊരു സംഭവം. ഇനി നമ്മുടെ കാര്യം നോക്കാം. ഈ മലയാളികളായ പല ആൾക്കാരും ഭയങ്കര ദുഃഖത്തോട് പറയുന്നു, ഇത്രയും അവരെ കൊണ്ട് ചേഞ്ച് ചെയ്ത് അവരെ തിരിച്ചയച്ചു, വലിയ സംഭവമായിരുന്നു. ഇനി ഞാൻ അറിയാൻ സാധിച്ച അവിടെ സീനിയറായിട്ടുള്ള FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കാരണം അവരാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ച് സംഭവമൊക്കെ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. മലയാളിയാണ്, അവിടെ ജനിച്ചു വളർന്ന ഒരാൾ, കോട്ടയത്തുകാരൻ, ക്നാനായക്കാരൻ. ഞാൻ ചോദിച്ചു, ഈ എത്ര മലയാളികൾ ഇന്ത്യക്കാരവിടെ കാണുമെന്ന് ചോദിച്ചു. അയാൾ ഈ കേസ് ഇതുമായിട്ട് ഡിപ്പോർട്ട് ചെയ്യുന്ന ഏഷ്യൻ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് അയാളായിട്ട് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, മലയാളികൾ എത്ര പേരാണ്? നിങ്ങൾ മനസ്സിലാക്കുക, ഞെട്ടിക്കുന്നൊരു സംഭവം. കേരളത്തിൽ ഈ മലയാളി സംഘടനകൾ, അതായത് അമേരിക്ക പ്രവർത്തിക്കുന്ന പല സംഘടനകൾ, അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാരും കേരളത്തിൽ ഈ ആർട്ട്, കൾച്ചർ, സിനിമ, മിമിക്രി, മോണാക്റ്റൊക്കെ ചേർന്ന് പല സംഘടനകളുണ്ട്, പല സംഭവങ്ങളുണ്ട്. ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരുമെല്ലാം കൂടെ ചേർന്ന് കളിക്കുന്ന ഗെയിമാണ് ഇത്രയും ആൾക്കാരെ അവിടെ കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും പരിതാപകരം എന്ന് പറയുന്നത്. അതായത് മൂവി സംഘടനയുണ്ട്, സിനിമാ സംഘടന, അമ്മ, അതേപോലെ പല സംഘടനകളുണ്ട്. ഇവർക്കൊക്കെ അവിടെയുള്ള മലയാളികൾക്ക് വേണ്ടി ഷോ അവതരിപ്പിക്കാൻ പോകും. അപ്പോൾ അവർ പറയും ഇത്ര പേര് വരണം, എന്നിട്ട് അവിടുത്തെ സംഘടന ഇങ്ങോട്ട് പറയും. കാരണം ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ടീംസ് അവിടുത്തെ സംഘടനകളുമായിട്ട്, കാരണം ടിക്കറ്റൊക്കെ വിറ്റാണിത് ഈ പരിപാടി ആസൂത്രണം ചെയ്യും. ഇവർ ഇന്ത്യ എന്ന് പറയും, അതായത് കേരളത്തിൽ എന്ന് പറയും, ഞങ്ങൾ ഇപ്രാവശ്യം വരുന്ന ഇത്ര ആർട്ടിസ്റ്റ് ഉണ്ട്, അവരെ സപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടി സ്റ്റേജിലും അതും ഇതും ട്രെയിനിങ്ങും അതിൻ്റെ ഇൻസ്ട്രുമെൻസും മ്യൂസിക്കിൻ്റെ ഇത്ര ആർട്ടിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം 60 മുതൽ 70 പേര് വരെയുണ്ട്. അപ്പോൾ 70 പേരുടെ ഇൻവിറ്റേഷൻ കൊടുക്കണം അവിടെയുള്ള സംഘടനകൾ. അതായത് യഥാർത്ഥത്തിലാകെ 30 പേരെ കാണത്തുള്ളൂ. ബാക്കി 30 or 40 പേര് പോകുന്നത് ഈ സംഘടനകളുമായിട്ട്. കേരളത്തിലെ ഈ അമ്മയാണ് സംഘടന, സിനിമാ സംഘടനയാണെങ്കിലും മിമിക്രി ആണെങ്കിലും നാടകമാണെങ്കിലും മോണാക്റ്റോ തബൽ ഈ മറ്റുള്ള ആർട്ട് ഫോംസ് ആണെങ്കിലും ബാക്കിയുള്ളവർ ഈ 2 കൂട്ടർ, അത് അമേരിക്കയുള്ള സംഘടന, ഈ 2 കൂടെ ചേർന്ന്, അതിനകത്ത് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അവിടെയുള്ള സംഘടനയിൽ അവരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന പണം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അല്ല, കാരണം ഇതേപോലെ നോക്കി നടക്കുന്നവർ കാണും. അപ്പോൾ അവർക്ക് 50 മുതൽ 1 കോടി രൂപ വരെ ഇവർ ചാർജ് ചെയ്തിട്ട് ഇവിടെയുള്ളവരതിൻ്റെ 75% ബാക്കിയുള്ള അവിടെയുള്ള സംഘടനകൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആരാണ് ഉത്തരവാദി? എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരണം, നിങ്ങൾ ആരാണ് ഉത്തരവാദി? അപ്പോൾ അങ്ങനെ പോയവർ തന്നെ കഴിഞ്ഞ 10 or 15 കൊല്ലം കൊണ്ട് ഏകദേശം 100,000 മുകളിലുണ്ട് മലയാളികൾ. നിങ്ങൾ ഷിക്കാഗോയിലും പല ഭാഗത്തും ഫിലഡൽഫിയയിലും പെൻസിൽവാനിയയിലും പലയിടത്തും മലയാളി റെസ്റ്റോറൻറ്റുകളിൽ, അതായത് കേരള റെസ്റ്റോറൻറ്റും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ മുഴുവനും വലിയൊരു ശതമാനം ഇതേപോലെ അവിടെ ഇല്ലീഗലായിട്ട് വന്നവരാണ്. എന്നിട്ട് ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്താണ്? 1 കോടിയും 50 ലക്ഷം 1 കോടി കൊടുത്താണ് പോകുന്നത്. കലാകാരനാണെന്ന് പറഞ്ഞ് കയറി പോവുക. അതായത് മനസ്സിലാക്കുക, ഇതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ ക്രൈമാണിത് കാണിക്കുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവിടുത്തെ സിറ്റിസൺഷിപ്പിന് വേണ്ടി, കാരണം ഇവർക്ക് 10 വർഷത്തെ വിസ കൊടുക്കുന്നത്, കാരണം 1 ടൈം വിസ കൊടുക്കുന്നത്, 10 വർഷത്തെ B1 B2 വിസ കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും. അത് മലയാളി ആകണമെന്നില്ല, ഇന്ത്യ ആരും കല്യാണം കഴിക്കും. കേരളത്തിൽ മക്കളും ഭാര്യയും മക്കളും ഉള്ളവനാണ്. ഞാൻ വേണേൽ തെളിവ് തരാം. പിന്നെ ആ ഓഫീസർ ഞാൻ തെളിവ് തരാം, പുള്ളിയുടെ തെളിവുണ്ട്. ഇതാണ് കച്ചവടം. എന്നിട്ട് അവർക്ക് വേണ്ടി മൂങ്ങുന്ന കുറച്ച് വൃത്തികെട്ടവന്മാർ കേരളത്തിലുണ്ട്. അത് പക്ക ക്രൈമല്ലേ കാണിക്കുന്നേ? അതിനാരാ കൂട്ടു നിൽക്കുന്നത്? കേരളത്തിൽ സിനിമാ സംഘടനകൾ,
തമിഴിലെ സിനിമാ സംഘടനകൾ, ഇവിടുത്തെ ആർട്ട് ആൻഡ് കൾച്ചർ, നമ്മളെന്തോ പറയുന്നത്, പ്രബുദ്ധ കേരളം. അതായത് പണം മേടിക്കുന്നു, 1,50,00,000 മുതൽ 1,00,00,000 രൂപ മേടിക്കുന്നു. അതിനകത്ത് 2 കൂട്ടർ അവിടെയുള്ള സംഘടനയും ഇവിടെയുള്ള ഓർഗനൈസേഷനും വീതിച്ചെടുക്കുന്നു. അതിനകത്ത് ഉൾപ്പെടെ രാഷ്ട്രീയക്കാർ വരെ പോയിട്ടുണ്ട്. അതായത് കേരളത്തിൽ ആക്റ്റീവായിട്ട് രാഷ്ട്രീയം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനും ഇതേപോലെയുള്ള സംഘടനയ്ക്കകത്ത് ഇവിടുന്ന് കയറിപ്പോയിട്ടുണ്ട്. അവരുടെ മേലെ ഞാൻ ലിസ്റ്റ് തരാം. എന്താ ലിസ്റ്റ് തരാത്തതിൻ്റെ കാര്യം അറിയുക? അവരുടെ ഫാമിലിയെ ബാധിക്കും, അല്ലെങ്കിൽ ഇവരുടെ പേര് ഉൾപ്പെടെ. കാരണം ഇവർ പറയുന്നതിന് രക്ഷപ്പെടാൻ പോയി. അങ്ങനെ പോയി അവിടെ കല്യാണം കഴിച്ച് ജീവിക്കുക എത്ര പേരുണ്ട്? അത് പക്ക ക്രിമിനൽസ്. ഒന്നാമത് ഒരു രാജ്യത്തിൻ്റെ എല്ലാ പരമാധികാരവും സംഭവം അത് മുഴുവനും വയലേറ്റ് ചെയ്ത് അവിടെ ചെല്ലുന്നു. എന്നിട്ട് അതും കൈക്കൂലി കൊടുത്താണ് ഈ പോകുന്നത്. ആർക്ക്? ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ കൂട്ടുന്നത്. കാരണം ഇത് പുറത്തറിയാതിരിക്കെ. ഇതിനകത്ത് ചില പത്രക്കാരും ഉണ്ട് മലയാളത്തിൽ. അവരെയും ഫ്രീ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ സിറ്റിസൺഷിപ്പ് അവിടെ പോയി അവിടെ കടന്നു പോയവർ മലയാള പത്രക്കാരുണ്ട്. ഇതൊക്കെ ഓരോന്ന് പുറത്ത് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അമേരിക്കയിൽ എന്തെങ്കിലുമൊക്കെ കോൺഫറൻസോ പരിപാടിയൊക്കെ നടക്കുമ്പം ചില സംഘടനകൾക്ക് NGOസിന് അതിൻ്റെ ഇൻവിറ്റേഷൻ കൊടുക്കും. അപ്പോൾ ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോൾ ഈ സംഘടന പറയും, ഞങ്ങൾ 2 പേരല്ല വരുന്നത്, ഞങ്ങൾ 10 പേര് വരുന്നുണ്ട്. ഈ 10 പേർക്കുള്ള ഇൻവിറ്റേഷൻ തരും. കാരണം ഒരു വലിയൊരു അവിടുത്തെ ഒരു ഓർഗനൈസേഷനാണ് ഈ കോൺഫറൻസോ സെമിനാറോ വിളിക്കുന്നത് 1-2 ദിവസത്തേക്ക്. അപ്പോൾ ഈ 10 പേർക്കുള്ള ഇൻവിറ്റേഷൻ അവിടുത്തെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സംഘടന കൊടുക്കും. ഇതേപോലെ ക്രൈസ്തവ സംഘടനകൾ ഇഷ്ടം പോലെ ഇതേപോലെ പരിപാടിയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവർ ഇൻവിറ്റേഷൻ കൊടുക്കും. പറയും, ഞങ്ങൾ 2 പേരല്ല വരുന്നത്, 15 പേര് വരുന്നു. മുഴുവനും കള്ളത്തരങ്ങളും കപടതകളും അഴിമതിയും കൊള്ളരുതായ്മ മുഴുവനും കാണിച്ചിട്ട് അവിടെ പോയിട്ട് അവിടെ ക്രൈം കാണിക്കുക. ഒരു മനസ്സിലാക്കുക, ഇവിടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരിൽ അവിടെ ചാടിക്കഴിഞ്ഞിട്ട് അവിടെ പോയി അവിടെ കല്യാണം കഴിക്കുന്നു. അവൻ്റെ ഭാര്യ അവിടെയുള്ള ഭാര്യയ്ക്കും അറിയത്തില്ല, ഇവിടെയുള്ള ഭാര്യയ്ക്കും അറിയത്തില്ല, 2 പേര് സംഭവം. ഇതൊക്കെ എക്സ്പോസ് ചെയ്യേണ്ട സംഭവമാണ്. ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട സംഭവമാണ്. അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇവിടുത്തെ സോഷ്യൽ മീഡിയ സിസ്റ്റം, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പഞ്ചാബിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ അടുത്ത ലോട്ടിന് വരാൻ പോകുന്ന പഞ്ചാബിൽ നിന്നുള്ളവരാണ്. എങ്ങനെ ഈ പഞ്ചാബിൽ നിന്ന് ആൾക്കാർ ഇത്രയും വരുന്നതിൻ്റെ കാര്യം, ഇപ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയായവരുടെ പന്നുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നടത്തിയ സംഭവ ഡ്രാമ നിങ്ങൾ കണ്ടു കാണും. അതിനുശേഷം ഏകദേശം 200-ൽ പരം സിഖുകാരെയാണ് അറസ്റ്റ് ചെയ്ത് ആൻറ്റി ഇന്ത്യൻ പ്രൊപ്പഗൻഡയുമായിട്ട് അവിടുത്തെ ഗുരുദ്വാരകളിലും അവിടുത്തെ സിഖ് സംഘടനകളിലും SPGCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. അവരെ കൈയോടെടുത്തു. ഇന്ത്യക്കെതിരെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ എടുത്ത്, കാരണം ഇവർ ഫണ്ട് പിരിവ് പരിപാടികളൊക്കെ ആയിട്ട് ഗുരുദ്വാര കേന്ദ്രീകരിച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഇവരെല്ലാം കാനഡയിൽ വന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് മറ്റുള്ള പല ആൾക്കാരുണ്ട്. അവരെ ജയിലിലിട്ടേക്കുവാണ് ട്രംപ്. അപ്പോൾ അവരെയും കൂടെ കടത്തി വിടുക. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ റെഡ് കാർപ്പറ്റ് കൊടുക്കണം. ചുമ്മാ കാര്യങ്ങൾ മനസ്സിലാക്കി എന്തുവാ സംഭവം. എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞ് ചെയ്തു. എന്താണ് ഈ പുറകിലുള്ള സംഭവം? എന്തുകൊണ്ടാണ് അമേരിക്കൻ ഗവൺമെൻറ് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാത്തതിൻ്റെ റീസൺ അറിയാം. അവർക്കറിയാം അവർ ചെയ്തത് ശരിയായ കാര്യമാണ്. കാരണം ചെയ്തവരുടെ മറ്റുള്ളവരുടെ പേരൊന്നും പബ്ലിഷ് ചെയ്യേണ്ട എന്നുള്ളത് അമേരിക്കൻ ഗവൺമെൻറ് അവരുടെ പോളിസിയുടെ ഭാഗമാണ്. വന്നു, ഓക്കെ, ഇവിടെ കൺവിക്റ്റായി, ഇവിടെ ജയിലിലായിരുന്നു, അവരെ പറഞ്ഞു വിട്ടു. പക്ഷേ അവിടുത്തെ റൂൾ അനുസരിച്ച് പറഞ്ഞു വിടുകയുള്ളൂ. അതിൻ്റെ അകത്ത് മോദി ഗവൺമെൻറ്റുമായിട്ടുള്ള സംഭവത്തിൽ ഈ തെറ്റുകളൊന്നും കാണിക്കാത്തവർ, ക്രൈമൊന്നും ചെയ്യാത്തവർ ഫസ്റ്റ് ലോട്ടിൽ ഗ്രീൻ കാർഡ് കൊടുക്കുക, അവരെ കൊണ്ടുവരാം. അതിൽ കൂടുതൽ അത് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു രീതിയിലോട്ട് ഈ മലയാളി കമ്മ്യൂണിറ്റിയും സിഖ് കമ്മ്യൂണിറ്റി പ്രശ്നം എന്തുവാ? സർദാർമാരുടെ പ്രശ്നം. അവിടെ പിടിച്ച ആൻറ്റി ഇന്ത്യൻസിനെ, അതായത് ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തുന്നതിനെ കൊണ്ടുവിടുന്നു. ഇതാണ് അവരുടെ പ്രശ്നം. ഇപ്പോൾ മറ്റുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി പ്രശ്നം എന്തോ ഭയങ്കര ദുഃഖം കാണിക്കുന്നു. ഒത്തിരി സുഡാപ്പികളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞെങ്കിൽ വിട്ടു, അവരെ കൊടുത്തിട്ട് വിട്ടു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ആ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് മുതലക്കണ്ണീരൊഴുക്കുന്ന കുറച്ച് വിഡ്ഢികൾ. ഇപ്പം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, യാഥാർത്ഥ്യം എന്നാണ്. കാരണം ഇവരെവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന മലയാളത്തിലെ പല ചാനലുകൾക്കും അവിടെ റിപ്പോർട്ടേഴ്സുണ്ട്. ഫുൾ ടൈം അല്ല, പാർട്ട് ടൈം, അവർക്ക് വേറെ ബിസിനസ്സും പരിപാടിയൊക്കെയാണ്. ഇവരിതൊന്ന് അലഞ്ഞു തിരിഞ്ഞ് മനസ്സിലാക്കിയാൽ, ഇപ്പം ഞാൻ 2-3 ഫോൺ ചെയ്തപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി,
യുവമാർക്ക് അവിടെ യാതൊരു ക്ലൗട്ടും ഇല്ല. കാരണം ഇവർ ജേർണലിസ്റ്റുകളല്ല. ഇവർ ശരിക്കും ജേർണലിസ്റ്റുകളാണെങ്കിൽ ഈ സംഭവം തപ്പിപ്പിടിക്കുക, എന്താണ് ഈ സംഭവം, കാരണം ഇവർക്കറിയത്തില്ല എങ്ങനെ തപ്പണമെന്ന്. അതുകൊണ്ട് വിഡ്ഢിത്തരമായ കാര്യങ്ങളാണ് ഇവൻ്റെ അകത്ത് കയറ്റിവിടുന്നത്. കാരണം ഇവർക്ക് ജേർണലിസ്റ്റിക്കൽ സെൻസിലാണ് ഇത് ചെയ്യേണ്ടത്. ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെ സംഭവിച്ചു, അപ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പം ഞാൻ 2 or 3 ഫോൺ ചെയ്ത് കഴിയുമ്പം എനിക്ക് ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് കിട്ടി. സിഖുകാരുടെ ഇത്ര പേരെ പിടിച്ചു, എന്താണ് മലയാളികൾ വന്നത്, എത്ര മലയാളികളുണ്ട്, ഇതിനകത്ത് കാരണം എന്താ, അമേരിക്കൻ ഏവിയേഷൻ്റെ റൂൾ എന്താ, എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ നേരത്തെ ഉണ്ടായി. സിമ്പിൾ. അതാണ് പറയുന്നത് മലയാളം ജേർണലിസം ഇമ്മച്ചുവറാണ്. കാരണം ഇവരൊരു പാർട്ട് ടൈമാണ് ഈ ജേർണലിസം എന്ന് പറയുന്നത്. ജേർണലിസം എന്ന് ജോലി എന്ന് പറയുന്നത് ഫുൾ ടൈമാണ്. കാരണം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഒരു ഡാറ്റ എടുക്കുന്നത്, ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സ്റ്റോറികൾ ബിൽഡപ്പ് ചെയ്യുന്നത്. അതുപോലും ചെയ്യാൻ കഴിയാത്തവന്മാരാണ് വിഡ്ഢിത്തം പോലും അത് സോഷ്യൽ മീഡിയ വലിയ സംഭവമാക്കി മാറ്റുന്നത്. ഇതാണ് മലയാളികൾ കണ്ടിട്ടുള്ള ജേർണലിസം. അതിൽ പുച്ഛത്തോട് പറയുന്നത് അതിൽ ഒരു ബേസിക് ജേർണലിസം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം അതിനെപ്പറ്റി പ്രതികരിക്കാൻ പഠിക്കുക.